ഹായ് ഓൾ. നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് റൊട്ടീനിലാണോ പോവുക? അല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കാറില്ല. നേരെ നടക്കുന്നത് നമ്മുടെ പണികളായിരിക്കും. അമ്മ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ പണികളൊക്കെ അമ്മ അങ്ങനെ നോക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. പക്ഷേ നമ്മൾ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉച്ചത്തേക്കുള്ള പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ ആകെ ബഹളമാണ് കേട്ടോ. കുട്ടികളും വലിയവരും എല്ലാവരും കൂടി വർത്താനം പറച്ചിലും അങ്ങനെ മൊത്തത്തിലൊരു ബഹളമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയുള്ളത് നമ്മുടെ മത്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ മേടിച്ചതായിരുന്നു. അപ്പം നോക്കുമ്പോൾ നല്ല നെയ്യുള്ള മത്തിയാണ്. അപ്പോൾ മത്തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞീനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പഞ്ഞീനുണ്ടായിരുന്നു. അപ്പോൾ പഞ്ഞീന് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പൊതുവേ പഞ്ഞീന്. അപ്പോൾ അമ്മ അത് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്കാണ്. ക്ലോക്കിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ക്ലോക്ക് നടക്കില്ല, അതിൻ്റെ ബാറ്ററി തീർന്നെടുക്കണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ചെമ്മീനല്ല, എന്താ പറയുക, പഞ്ഞീൻ ഇവിടെ അമ്മ അങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു കുത്തിപ്പൊരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് മൂപ്പിച്ച് നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്, വേപ്പിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പഞ്ഞീനുണ്ടാക്കുമ്പോൾ ശരിക്കും ഒന്നും അങ്ങനെ ചേർക്കാറില്ല. വെറും ഒരു ഇത്തിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെ എടുക്കുക ചെയ്യുക. ഇതിപ്പോൾ അമ്മ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മുടെ കുത്തിപ്പൊരി കഴിക്കുന്നുണ്ട്. പഞ്ഞീന് നല്ല രുചിയുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് കഴിച്ചു. അങ്ങനെ കിലോ ഒക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. അപ്പോൾ അത് നേരത്തെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു. അച്ഛനെല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും കറികളും ഉപ്പേരികളും അങ്ങനെയുള്ളതെല്ലാതും ആയിട്ടുണ്ട്. നമ്മുടെ മീനിതാ നല്ല നെയ്യ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. അത് മത്തി അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. മത്തി കറിയും വെച്ചിട്ടുണ്ട്. കറി നല്ല കുറുക്കിയിട്ടുള്ള കറി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഞാനൊന്ന് തൊട്ടോക്കിയപ്പോൾ കൈ പൊള്ളി. പിന്നെ ഞാൻ അങ്ങനെ തുറന്നെടുത്തതാണ്. അപ്പോൾ കറി ഇതവിടെ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടി അങ്ങോട്ട് പറ്റിയിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചോറും കറികളൊക്കെ അതിൻ്റെ പണികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലഡു ഉണ്ട്. ലഡു എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ലഡുവൊക്കെ കഴിച്ചു. പിന്നെ അവസാനം ആ 7up അങ്ങോട്ട് എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോന്ന് എടുത്ത് കഴിച്ചിട്ട് അവസാനം ചോറിനുള്ള സമയമാകുമ്പോഴേക്കും ആർക്കും വേണ്ട, എല്ലാവരുടെ വയറും ഫുള്ളായിരിക്കും. മിക്കവാറും ഇങ്ങനെ തന്നെ ഉണ്ടാവും.